കഴിഞ്ഞ ദിവസം കലാപ സമാനമായ നീക്കം നടന്ന ഉത്തർപ്രദേശിലെ നോയിഡയിൽ കൂടുതൽ അറസ്റ്റുകൾ തുടരുന്നു. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത 2 പേർ പാകിസ്ഥാന്റെ ISIയുടെ പിന്തുണയുള്ള 2 ഭീകരരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. UP ATS ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കലാപത്തിന് പിന്നിൽ ഗൂഢനീക്കങ്ങളുണ്ടെന്നും ഗൂഢശക്തികളുണ്ട് എന്നുമൊക്കെ പറഞ്ഞിരുന്നു. ഭീകര സാന്നിധ്യമുണ്ട് എന്ന് അവിടുത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. തുഷാർ ചൗഹാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്ബുള്ള അലി ഖാൻ, സമീർ ഖാൻ എന്നിവരെയാണ് ATS പിടികൂടിയിരിക്കുന്നത്. ഇവർ ഈ ഗുണ്ടാ സംഘങ്ങളുമായി ചേർന്നുകൊണ്ട്, അതായത് കഴിഞ്ഞ കുറെ നാളുകളായി രാജ്യത്ത് ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഭീകര സംഘടനകൾ വർക്ക് ചെയ്യുന്നത്. കാരണം ഈ ചില പ്രധാനപ്പെട്ട വ്യക്തികളെ കൊലപ്പെടുത്തുവാനും ചിലയിടത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുവാനും ഒക്കെ ഈ ഗുണ്ടകളെ ആണ് ഏർപ്പെടുത്തുന്നത്. അത്തരത്തിൽ ഗുണ്ടകളെ കണക്ട് ചെയ്യുന്ന ഒരു ഗ്യാങ് ആയിരുന്നു ഈ പറയുന്ന ഇസ്ബുൾ അലി ഖാന്റെയും ഒപ്പം സമീർ ഖാന്റെയും ഒക്കെ ദൗത്യം. യുവാക്കളെ ഈ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുക, ഒപ്പം തന്നെ തീവ്രവാദ പ്രചരിപ്പിക്കുക തുടങ്ങിയവയൊക്കെയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇവര് പ്രമുഖ ഗുണ്ടാ സംഘമായ ഷഹസാദ് പട്ടിയുടെ ഗ്യാങ്ങുമായും ഇവർ ബന്ധപ്പെട്ടിരുന്നു. ഇവരാണ് കലാപം ആസൂത്രണം ചെയ്യുകയായിരുന്നു. പക്ഷെ കലാപം പാളിപ്പോവുകയും പലരും അറസ്റ്റിലാവുകയും ചെയ്തതോടുകൂടി തന്നെയാണ് കൂടുതൽ അന്വേഷണവുമായി UP ATS രംഗത്തെത്തുകയും 2 ഭീകരരെ പിടികൂടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവർ കൂടുതലായി ഉപയോഗിച്ചിരുന്ന സോഷ്യൽ മീഡിയയിലൂടെ എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയങ്ങളായിരുന്നു കൂടുതലും ഇവർ ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. തെഹ്രിക്കെ താലിബാൻ ഹിന്ദുസ്ഥാൻ എന്ന മുദ്രാവാക്യം ചുവരുകളിലും മറ്റും എഴുതി വെക്കുന്നതിനെ ഇവർ യുവാക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ഗ്രനേഡ് ആക്രമണം തുടങ്ങിയവയ്ക്കാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി ഇവർ ബന്ധപ്പെട്ടിരുന്നത്. മുൻകൂറായി 50,000 രൂപ ദുബായ് വഴി ഇവർക്ക് ലഭിച്ചിരുന്നു. ഈ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തത്. ദൗത്യം നിർവഹിച്ച് കഴിഞ്ഞാൽ ദുബായ് വഴിയാണ് പണമിടപാടുകൾ, ഹവാലയോ മറ്റോ വഴിയായിരിക്കാം പണമിടപാടുകൾ. ഏതായാലും നോയിഡ കലാപത്തിന് പിന്നിൽ വലിയ രീതിയിൽ തന്നെ രാജ്യത്തിന്റെ പ്രതിച്ഛായ, പ്രത്യേകിച്ച് UPയുടെ പ്രതിച്ഛായ താർക്കാൻ ഒരു നീക്കമുണ്ടായെന്ന് തുടക്കം മുതലേ തന്നെ പലരും പറഞ്ഞിരുന്നു. ഏതായാലും കാര്യങ്ങൾ ആ രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.